ഒരു പിസ്സ ഉണ്ടാക്കിയാലോ? അതിനായി 1 സ്പൂൺ ഈസ്റ്റ്, 2 സ്പൂൺ പഞ്ചസാര, 1 കപ്പ് പാല്, 1 കപ്പ് വെള്ളം. ഇതിനെല്ലാത്തിനും നമുക്ക് കൂട്ടുകാരാക്കി മാറ്റി വയ്ക്കാം. അടുത്ത് 3 കപ്പ് മൈദ എടുത്ത് ആ മാറ്റി വെച്ച കൂട്ടുകാരെ എടുത്ത് ഇതിലേക്ക് വയ്ക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി കുഴച്ച് തൊട്ട കൂടെ വരുന്ന പോലെ ആക്കണം. ഇതുപോലെ ഉണ്ടാവണം. കണ്ടോ കൂടെ വരുന്നത്? നമ്മൾ വിട്ടങ്ങ് പോയില്ലെന്നേ. മാവിൽ എണ്ണ തേക്കുക, പാത്രം കവർ കൊണ്ട് റാപ്പ് ചെയ്യുക. ഇനി 3 മണിക്കൂറിൻ്റെ കാത്തിരിപ്പ്. അങ്ങനെ കാത്തിരിപ്പ് അവസാനിച്ചു. ഇനിയാണ് ശരിക്കുള്ള പണി. ആവശ്യമുള്ള മാവെടുക്കുന്നു, പാനിലിട്ട് വട്ടത്തിൽ പരത്തുന്നു. ഇത് കഴിഞ്ഞാൽ മാത്രം സ്റ്റവ് ഓൺ ചെയ്താൽ മതി കേട്ടോ. വെറും 1 മിനിറ്റ് കഴിഞ്ഞാൽ എടുത്ത് തലതിരിച്ചിടാം. തലതിരിച്ച് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റവ് ഓഫാക്കണേ. പൊടിയരിഞ്ഞ വെളുത്തുള്ളി, സവാള, അരച്ച തക്കാളി, ഉപ്പ്, മുളക് പൊടി, പഞ്ചസാര എല്ലാം കൂടി ചേർത്തുണ്ടാക്കിയ ഒരു പിസ്സ സോസാണിത്. അതിൻ്റെ മേലിലേക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയ സവാള, പിന്നെ ആവശ്യത്തിന് ചീസും. ഒരു മൂടി വെച്ച് അടയ്ക്കാം. ഇനി സ്റ്റവ് ഓൺ ചെയ്യണേ. മൂടി വെച്ച് 2 മിനിറ്റ് മാത്രം. നമ്മുടെ പിസ്സ റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.